ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശു കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് അവരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഉപമ അവരോട് പറയാണ്. അർദ്ധരാത്രിയിലെ സ്നേഹിതൻ്റെ ഒരു ഉപമ. അർദ്ധരാത്രിക്ക് ഒരു സ്നേഹിതൻ വന്ന് തൻ്റെ കൂട്ടുകാരൻ്റെ ഭവനത്തിൻ്റെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപമയെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് അവരോട് പറയാണ്, ലജ്ജ കൂടാതെ നിങ്ങൾ മുട്ടുകയാണെങ്കിൽ, യാചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ അന്വേഷിപ്പാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾ യാചിക്കുവാൻ തയ്യാറായാൽ ദൈവം നിങ്ങൾക്ക് തരുവാൻ ഇടയായിത്തീരും. ദൈവം തൻ്റെ മക്കളെ ഒരു നാളും മറക്കുന്ന ദൈവമല്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ലജ്ജ കൂടാതെ മുട്ടുവാൻ നാം തയ്യാറായാൽ എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം തരുന്നവരെ ഒരു കൂട്ടുകാരൻ്റെ, ഒരു സ്നേഹിതൻ്റെ ഉപമ അവിടെ പറഞ്ഞിട്ട് യേശു കർത്താവ് പറയാണ്, നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്വർഗസ്ഥനായ തൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ നമുക്ക് ആ ഉപമയിലൂടെ ചില കാര്യങ്ങൾ നാം പഠിക്കുവാനിടയായി തീരണം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. അവനവൻ്റെ കാര്യം ഉള്ളതുപോലെ തൻ്റെ സ്നേഹിതനോട് പറയുന്നു, എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പി കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അവനവൻ്റെ അവസ്ഥയൊന്ന് പറയുകയാണ്. സ്നേഹിതനോട് കടന്നു ചെന്നിട്ട് അർദ്ധരാത്രിക്കാണ് പറയുന്നത്. അർദ്ധരാത്രിയിൽ ആ സ്നേഹിതൻ കിടന്നുറങ്ങിയാണ്, കുഞ്ഞുങ്ങൾ കൂടെയുണ്ട്, വാതിലടച്ചിരിക്കുകയാണ്, അവൻ്റെ കാര്യമെല്ലാം തുറന്നു പറയുന്നുണ്ട്. എന്നാൽ ഈ കടന്നു വന്ന സഹോദരൻ മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ലജ്ജ കൂടാതെ അവൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ അകത്തായിരുന്നാലും അവൻ സ്നേഹിതനാകൊണ്ട്, അവൻ ആവശ്യക്കാരനാകൊണ്ട് അവൻ തുറന്ന് അവന് ആവശ്യത്തോളം, അവന് വേണ്ടുവോളം കൊടുക്കുമെന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടിവിടെ പറയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ദൈവം ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ചില നമുക്ക് നല്ല കാര്യങ്ങളെ ദൈവം ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നാം യാചിച്ചു കൊണ്ടേയിരിക്കണം, നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. മടുപ്പ് കൂടാതെ മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരണം. അങ്ങനെയെങ്കിൽ ലജ്ജ കൂടാതെ മുട്ടിച്ച ആ സ്നേഹിതനു വേണ്ടി ആ അകത്തുണ്ടായിരുന്ന സ്നേഹിതൻ തുറന്നു കൊടുത്തെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, ആമേൻ ഹല്ലേലൂയ, നമ്മോട് പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളെയും നിവർത്തിച്ച് ദൈവനാമത്തിനത് മഹത്വമാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് പറഞ്ഞു കഴിയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞതാണ്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവൻ ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 11-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്,
യേശു കർത്താവ് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിക്കുന്നതൊക്കെയും, പ്രാർത്ഥിക്കുമ്പോൾ നാം എന്തൊക്കെ യാചിക്കുന്നുവോ, കർത്താവിനോട് എന്തൊക്കെ അപേക്ഷിക്കുന്നുവോ അതൊക്കെയും നമുക്ക് ലഭിച്ചു എന്ന് നാം വിശ്വസിക്കുവാനിടയായി തീരണം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ദൈവം സകല അസാധ്യങ്ങളെയും സാധ്യമാക്കി തരുന്ന ദൈവമാണ്. എന്നാൽ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് യേശു കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 62-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെയിരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളും അവന് സ്വസ്ഥത കൊടുക്കുകയുമരുത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മോടൊരു വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം യാചിക്കുവാൻ തയ്യാറായിത്തീരണം. കർത്താവിനെ ഓർപ്പിക്കുവാൻ തയ്യാറായിത്തീരണം. നാം മുട്ടിക്കൊണ്ടിരിപ്പാൻ തയ്യാറായിത്തീരണം. ആവശ്യമുള്ളവൻ മുട്ടിക്കൊണ്ടിരിക്കും, വിശ്വാസത്തോടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ മരുഭൂമി യാത്രയിൽ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നാം മുറുകെ പിടിക്കുവാൻ തയ്യാറായിത്തീരണം. ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നാം വിശ്വസിച്ചുകൊണ്ട് യാചിക്കുവാൻ തയ്യാറായിത്തീർന്നാൽ, യാചിക്കുവാനും അന്വേഷിപ്പാനും ഹാലിൽ മുട്ടുവാനും നാം തയ്യാറായിത്തീർന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നമ്മോട് 3 കാര്യമാണ് കർത്താവിവിടെ പറഞ്ഞിരിക്കുന്നത്: യാചിക്കണം, അന്വേഷിക്കണം, മുട്ടുവാൻ തയ്യാറായിത്തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, 1 യോഹന്നാൻ എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും നാം അറിയുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എത്ര ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. നാം അവനോട് അപേക്ഷിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം യാചിക്കുമ്പോൾ, കർത്താവിനോട് പറയുമ്പോൾ ആ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം, ആ കർത്താവിൻ്റെ ചെവി വചനത്തിൽ നാം വായിക്കുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ആ കർത്താവിൻ്റെ ചെവി എപ്പോഴും നമ്മുടെ യാചനയ്ക്ക് തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് യാചിക്കുവാൻ നാം തയ്യാറായിത്തീരണം. മുഴങ്കാല് മടക്കുവാൻ നാം തയ്യാറായിത്തീരണം. ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് അപ്പൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലുവാൻ തയ്യാറായിത്തീരണം. വചനത്തിൽ പറയുന്നു, എങ്കലേക്ക് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും അടുത്തു വരാമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആമേൻ, ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണും, കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രാപിച്ചെടുക്കുമെന്നുള്ള ആ വിശ്വാസവും ആ പ്രത്യാശയും നമ്മളിൽ ഉണ്ടായിരിക്കണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വിശ്വസ്തയോടെ നാം നിൽക്കുകയാണെങ്കിൽ, നാം യാചിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത് തുറന്നു തരുവാൻ ഇടയായിത്തീരും. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ഓരോ വാക്യങ്ങളും പറഞ്ഞിരിക്കുന്നതിൻ്റെ ആമേൻ, അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ഉപമകളും അല്ലെങ്കിൽ അവിടെ നടന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളും നാം വായിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയായിത്തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവ് വിശന്നിട്ട് ഹല്ലേലൂയ ഒരു സ്ഥലത്തൂടെ നടന്നു പോയപ്പോൾ
അത്തി കണ്ടിട്ട് ആ കർത്താവ് വിചാരിച്ചു അതിൽ ചില അത്തിപ്പഴങ്ങൾ തൻ്റെ വിശപ്പടക്കുവാൻ കാണുമെന്ന് വിചാരിച്ച് അതിൽ നോക്കിയപ്പോൾ അതിൽ ഒന്നുമില്ലായിരുന്നു, ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർക്കത് കണ്ടപ്പോൾ കർത്താവിനോട് പറയാണ്, കർത്താവേ, നീ പറഞ്ഞ അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് കർത്താവ് പറഞ്ഞത് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്? വാഗ്ദത്തങ്ങളെ നിവർത്തിക്കപ്പെട്ടിട്ടില്ലയോ? വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം, വിശ്വാസത്തോടെ നമുക്ക് യാചിച്ചുകൊണ്ടേയിരിക്കാം. വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവ് വിശ്വസ്തനാണ്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു പറഞ്ഞിട്ട് മാറിപ്പോകാത്തവനുമായ ദൈവമാണ്. ഇവിടെ പറയാണ്, കർത്താവ് പറയാണ്, പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന ഉത്തരം പറഞ്ഞു. അത് പറഞ്ഞത് ഈ ഭൂമിയിലെ ആരുമല്ല, നമ്മുടെ യേശു കർത്താവ്, നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം, നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ കർത്താവാണ് പറയുന്നത്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ വിഷയങ്ങൾ ഏതായിരുന്നാലും, കുടുംബത്തിൻ്റെ വിഷയമാണോ, കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, കടഭാരമാണോ, ജോലി കിട്ടാത്തതാണോ, ഏതു വിഷയമായിരുന്നാലും ദൈവസന്നിധി നമുക്കൊന്നുകൂടെ സമർപ്പിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനോട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. ആ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീരും. എബ്രായ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, എബ്രായ ലേഖനകർത്താവ് ഇവിടെ പറയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. നാം വിശ്വസിക്കണം. ദൈവം നമ്മോട് പറഞ്ഞത് അവിടുന്ന് ചെയ്തു തരുവാൻ ശക്തനായ ദൈവമാണെന്ന് നാം വിശ്വസിക്കുവാൻ ഇടയായി തീരണം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക്, തന്നെ അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്, അല്ലെങ്കിൽ തൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം. വിശ്വസിച്ച് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ മേലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മോശ ഒരു കൂട്ടം ഇസ്രായേൽ ജനത്തെ കൂട്ടി ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ചെങ്കടൽ ഇരച്ച് കലങ്ങി ഇരിക്കുകയാണ്. അതിൻ്റെ മുൻപിൽ വിശ്വാസത്തോടെ വടി നീട്ടിയപ്പോഴാണ്, ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോഴാണ് ചെങ്കടലിൻ്റെ മധ്യത്തൂടെ ചെങ്കൽ പാത ഒരുക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ വചനത്തിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, എന്തെല്ലാം വാഗ്ദത്തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അതെല്ലാം നമുക്ക് കിട്ടുവാൻ, ഹല്ലേലൂയ, ദൈവം തരുവാൻ ശക്തനാണ്. പരിശുദ്ധാത്മാവിനെ എത്രയധികം തരുമെന്നാണ് നാം ആ വചനത്തിലൂടെ വായിച്ചത്. നമ്മൾ യാചിച്ചാൽ ദൈവം നമുക്ക് തരും, നാം പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമേ, ഭയപ്പെടരുത്. നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ നടുവിലായിരുന്നാലും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ ദൈവത്തിൻ്റെ അത്ഭുത കരം നമ്മുടെ മേൽ വരും. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് ഈ കേൾക്കുന്ന വചനം വിശ്വാസത്തോടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുപടി കൂടെ താഴാം. ആ കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. യാചിക്കുവാനുള്ള കൃപ തരണമേ കർത്താവേ, അന്വേഷിപ്പാനുള്ള കൃപ തരണമേ കർത്താവേ, മുട്ടിക്കൊണ്ടിരിപ്പാൻ തക്കവണ്ണം കൃപ തരണമേ കർത്താവേ. ദൈവസന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ. ഈ വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.